സോ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ നല്ല ടേസ്റ്റി ഒരു ബ്രെഡിന്റെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാം. ഇതിന്റെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ് ആണ്. നമുക്ക് ബ്രെഡിനെ ഒരു സ്നാക്സ് റെഡി ആക്കാം. സോ ഞാൻ ഫുൾ ബ്രെഡ് വെക്കുമ്പോൾ കുഴപ്പമില്ല, ആവശ്യമില്ല. സോ ഇന്നെ കുറച്ച് അങ്ങനെ റെയിനി ഡേ ആണ്. സോ നമുക്കത് കഴിക്കാൻ കുറച്ച് തോന്നി. സോ ഞാനത് ഉണ്ടാക്കി. പിന്നെ ബ്രെഡ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് പൂജ. പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ റെയിനി സീസൺ തുടങ്ങി. സോ ഇന്ന് നമുക്ക് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഈസി പിന്നെ ടേസ്റ്റി സ്നാക്സ് ആണ്, വേഗമാവും. അങ്ങനത്തെ ഞാൻ ഒരു സ്നാക്സ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ. പിന്നെ ഇപ്പോൾ റെയിനി സീസൺ തുടങ്ങിന ഇത് അങ്ങനത്തെ ഐറ്റംസ് മീൻസ് സ്നാക്സ് ആയിട്ട് ബജ്ജി, ഫ്രൈ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇഷ്ടമാണ്. സോ അതിന് ഞാൻ ഇത് ഇന്നെ ഉണ്ടാക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാം. സോ പ്ലീസ് ഇത് ഫുൾ വീഡിയോ നോക്കൂ. ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ് ആണ്. നമുക്ക് ബ്രെഡിനെ ഒരു സ്നാക്സ് റെഡി ആക്കാം. സോ ഞാനിവിടെ കുറച്ച് 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് സബോല, പച്ചമുളക്, തക്കാളി, കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ബേസൻ കടലമാവ് ഉണ്ട് കുറച്ച്. ഇത് നമുക്ക് വേണം ഇതെല്ലാം. സോ നമുക്ക് വേഗമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം ബ്രെഡ് യൂസ് ചെയ്തിട്ട്. നമുക്ക് ഫസ്റ്റ് കുറച്ച് സബോല നന്നാക്കിയിട്ട് എടുക്കാം. ഇവിടെ ഞാൻ ഇന്ന് സബോല, തക്കാളി പിന്നെ പച്ചമുളക് മാത്രമേ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് വെജീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചിലപ്പോൾ ക്യാരറ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, ക്യാപ്സിക്കം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാ വെജിറ്റബിൾസ് വേണം. ഇനി ഞാൻ സബോല പിന്നെ തക്കാളി മാത്രമേ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് നന്നാക്കിയിട്ട് കുറച്ച് വാഷ് ചെയ്യാം നമുക്ക്. പിന്നെ നമുക്ക് എല്ലാം ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. സോ ഇതെല്ലാം വാഷ് ചെയ്യാം. സോ ഇതെല്ലാം വാഷായി. ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. സോ നമുക്ക് സബോല ഫസ്റ്റ് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം നമുക്ക്. കുറച്ച് അങ്ങനെ ചെറിയ കഷ്ണം കട്ട് ചെയ്യാം. ഇതിവിടെ സൈഡിൽ വെക്കാം. സബോല നമ്മുടെ കട്ടായി. ഇപ്പൊ പച്ചമുളക് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടിയിട്ട് ഇടാം, അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇടാം.
ഇത് ഫുൾ കട്ടായി ഇവിടെ വെക്കാം. തക്കാളി കട്ട് ചെയ്യാം നമുക്ക്. ഇത് ഫുൾ കട്ടായി. ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് കുറച്ച് ബേസൻ വേണം. ബേസൻ ഒരു കപ്പ് എടുക്കാം നമുക്ക്. സോ ഇവിടെ ഞാൻ കുറച്ച് ബേസൻ എടുത്തു. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇത് കരിവേപ്പില, പിന്നെ നമ്മുടെ കട്ട് ചെയ്ത പച്ചമുളക്, പിന്നെ ഇത് സബോല, പിന്നെ തക്കാളി, ഇത് ഫുൾ നമുക്ക് ഇതിൽ ഇടണം. പിന്നെ വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് കൂടി ഇടാം. ഇതിൽ മല്ലിയില വേണമെങ്കിൽ ഇടാം. എൻ്റെ ഇല്ല, സോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാം. കുറച്ച് മതി, 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് 1.5 ടീസ്പൂൺ എടുത്തു. പിന്നെ കുറച്ച് ഉപ്പ്, ടേസ്റ്റിനെ കുറച്ച് നോക്കിയിട്ട് ഉപ്പ് ഇടണം. എല്ലാം നൈസായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു പ്രാവശ്യം മിക്സ് ചെയ്തു ഞാൻ. ഇപ്പൊ കുറച്ച് വെള്ളം ഇടാം നമുക്ക്. കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് കുറച്ച് ഒരു സ്മൂത്ത് ബാറ്റർ നമുക്ക് റെഡിയാക്കാം. സോ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ ഇത് ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, കുറച്ച് മീൻസ് എത്ര ലൂസ് ഇല്ല, പിന്നെ കുറച്ച് കട്ടില്ല, അങ്ങനത്തെ നമുക്ക് ഇത് മാവ് വേണം ബാറ്റർ. സോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യണം പറയാം ഞാൻ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആക്കിന. സോ ഇത് റെഡി ആക്കിയിട്ട് നമുക്ക് സൈഡിൽ വെക്കണം. പിന്നെ ഇവിടെ ഗ്യാസിലേക്കണം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കണം, അത് വെക്കണം.
നിങ്ങൾക്ക് വേണമെങ്കിൽ തവ കൂടി എടുക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ കുറച്ച് സ്ലോ ഫ്ലെയിമിൽ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പിന്നെ കുറച്ച് എണ്ണ അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇതിപ്പോ കുറച്ച് ചൂടാവട്ടെ. ഇവിടെ നമ്മുടെ ഇത് മാവ് ഉണ്ടേനാ, ഇത് മാവ് നോക്കൂ, നമ്മുടെ നൈസ് സെറ്റ് കൂടി ആയിണ്ട്. ഇതിൽ നമുക്ക് ഇത് ബ്രെഡ് ഉണ്ടേനാ, അത് നമുക്ക് അങ്ങനെ ഇടണം. പിന്നെ കുറച്ച് പ്രസ് ചെയ്യണം. പിന്നെ ഇത് മാവ് ഉണ്ടേനാ, അത് നമുക്ക് അങ്ങനെ മുകളിൽ അങ്ങനെ കുറച്ച് അങ്ങനെ സ്പ്രെഡ് ചെയ്യണം. അങ്ങനെ എല്ലാ സൈഡ് കുറച്ച് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ എടുക്കണം. ഇത് വേറെ രണ്ടാമത്തെ സൈഡ് കൂടി കോട്ട് ആയിണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് അങ്ങനെ ഇവിടെ വെക്കണം. അങ്ങനെ പിന്നെ കുറച്ച് മുകളിൽ ഓയിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഇതിപ്പോ ഒരു സൈഡ് കുറച്ച് നൈസ് ബ്രൗൺ ആവണം. പിന്നെ നമുക്ക് ഇത് മറിച്ചിടാം. രണ്ട് സൈഡ് നമുക്ക് കുറച്ച് നൈസായിട്ട് ബ്രൗൺ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വെക്കാം. സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മുടെ കടലമാവ് കുറച്ച് കുക്ക് ആവുന്നില്ല, അതന്നെ. പിന്നെ കുറച്ച് അടിച്ച് വെക്കാം നമുക്ക്. സോ ഫ്രണ്ട്സ് നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഈസിയാണ്. പിന്നെ സിമ്പിൾ ഒരു റെസിപ്പിയാണ് ബ്രെഡിനെ. നോക്കൂ, കുറച്ച് നമുക്ക് അങ്ങനെ മാവ് റെഡി ആക്കണം. പിന്നെ നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് അവിടെ വെക്കണം. സോ ഫ്രണ്ട്സ്, കുറച്ച് 5 മിനിറ്റ് ആയിണ്ട്. നമുക്ക് തുറക്ക നോക്കാം. ബ്രൗൺ ആയിണ്ട്. മറ്റേ സൈഡ് മറിച്ചിടാം നമുക്ക്. അവിടെ പോയി നോക്കൂ, നല്ല ടേസ്റ്റി കാണുന്നുണ്ട്. അങ്ങനത്തെ നമുക്ക് രണ്ടാമത്തെ സൈഡ് കൂടി റോസ്റ്റ് ചെയ്യണം. കുറച്ച് വേണമെങ്കിൽ എണ്ണ അങ്ങനെ സൈഡിൽ സ്പ്രെഡ് ചെയ്യണം. പിന്നെ അടിച്ച് വെക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ കുറച്ച് വേറെ ഷേപ്പിന് ബ്രെഡ് പക്കോട ഉണ്ടാക്കാം. സോ നമുക്ക് അങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യാം. നോക്കൂ, അങ്ങനെ കട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഷേപ്പിന് ബ്രെഡ് സ്നാക്സ് റെഡി ആക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് തുറക്ക നോക്കാം. നോക്കൂ, ഇത് രണ്ടാമത്തെ സൈഡ് കൂടി കുറച്ച് നൈസായിട്ട് റോസ്റ്റായി. ഇത് മതി. ഇപ്പോൾ നമുക്ക് എടുക്കാം ഇത്. സോ നോക്കൂ, നമ്മുടെ നല്ല ടേസ്റ്റി ഒരു ബ്രെഡ് ഫലഹാരം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കാം. പിന്നെ അത് നമ്മുടെ ഇത് നമ്മുടെ ബ്രെഡ് റെക്ടാങ്കിൾ ഷേപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇത് ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. സോ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ട് ഉണ്ടാക്കാം. ഇത് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാം. ഫസ്റ്റ് തുടച്ചെടുക്കാം. പിന്നെ ഫ്ലെയിം ഞാനിപ്പോൾ സ്ലോ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മുടെ തവ ഓൾറെഡി ചൂടാണ്. അതന്നെ കുറച്ച് സ്പ്രെഡ് ചെയ്യാം. മതി. സോ ഒരെണ്ണം ബ്രെഡ് എടുക്കാം നമുക്ക്. ഇതിൽ നമുക്ക് ഡിപ്പ് ചെയ്യണം. കുറച്ച് അങ്ങനെ ഡിപ്പ് ചെയ്യണം നമുക്ക്. പിന്നെ ഇത് മസാല ഉണ്ടെന്ന് നമ്മുടെ അത് മുകളിൽ കുറച്ച് അങ്ങനെ ഇടണം. പിന്നെ അങ്ങനെ എടുത്ത് ഇവിടെ അങ്ങനെ വെക്കണം. അങ്ങനെ നമുക്ക് ഫുൾ ഇത് ഞാൻ ട്രയാങ്കിൾ ഷേപ്പ് അങ്ങനെ കട്ട് ചെയ്തു, കാരണം നമുക്ക് കുറച്ച് കൂടുതൽ പിന്നെ തവാലൊക്കെ വെക്കാൻ പറ്റും. അതന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ബ്രെഡ് വെക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നോക്കൂ, കുറച്ച് ഈസി ആയി എടുക്കാൻ വേണ്ടിട്ടാ സ്പൂണിന്, അല്ലെങ്കിൽ കുറച്ച് അത് എടുക്കാൻ കുറച്ച് പറ്റില്ലായിരുന്നു.
പക്ഷെ അങ്ങനെ ചെയ്യണം. ഇത് വെക്കാം. കാറുണ്ട് നാം വയ്ക്കാം. സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഓയിൽ എല്ലാ ബ്രെഡിലേക്കും മുകളിലേക്ക് നമുക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്യണം. കുറച്ച് സൈഡിൽ കൂടി സ്പ്രെഡ് ചെയ്യാം. മതി. ഇപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യണം. പിന്നെ അടിച്ച് വെക്കാം. സോ കുറച്ച് ഉള്ളിൽ കുക്കാവും. നോക്കൂ, നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഇപ്പോൾ കുക്കാവണം. സോ ഫ്രണ്ട്സ്, കുറച്ച് 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് ചെക്ക് ചെയ്യാം. നോക്കൂ ഫ്രണ്ട്സ്, ഇത് ബ്രൗൺ ആയിണ്ട്. പിന്നെ കുറച്ച് ഇതിന് വിട്ടുപോയി. എല്ലാം നമുക്ക് മറിച്ചിടാം. പിന്നെ കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാം എല്ലാ ബ്രെഡ് കുറച്ച്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ അടിച്ചു വെക്കാം. ഇത് ഞാൻ തുറക്കാൻ നോക്കി. പിന്നെ നോക്കൂ, അങ്ങനെ ബ്രൗൺ ആയിട്ട് കാണുന്നുണ്ട്. സോ ഇത് ആയിണ്ട്. നമുക്ക് ഇത് എടുക്കാമല്ല. നോക്കൂ, ഇത്ര ബ്രൗൺ മതി, കൂടുതൽ ബ്രൗൺ ചെയ്യാൻ ആവശ്യമില്ല. ഇട്ട് എടുക്കാം എല്ലാം. നോക്കൂ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ടെന്നാ. സോ ഫ്രണ്ട്സ്, ഇത് ബാക്കിയുണ്ട്, കുറച്ച് 3 ബാക്കിയുണ്ട്. അത് കൂടി ഞാൻ വെക്കാം. പിന്നെ ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പോ നോക്കൂ, ഇത് അങ്ങനെ കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ തവാലേക്ക് ഷാലോ മീൻസ് അങ്ങനെ റോസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം. അത് കൂടി കുറച്ച് ടേസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷെ കുറച്ച് എണ്ണ വേണമെങ്കിൽ ഓയിലി കുറച്ച് വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ടാക്കാം. സോ ഇത് ഒരെണ്ണം വെക്കാം. പിന്നെ നല്ല മീൻസ് കുറച്ച് ലെസ് ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാ. അത് തന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നേ. നമ്മുടെ ബ്രെഡ് പക്കോട കഴിക്കുന്നില്ലേ, നമ്മ ബ്രെഡ് പക്കോട കടയിലേക്ക് നമുക്ക് കിട്ടും. നോക്ക്, അത് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കൂടുതലും അത് ഓയിലി ഉണ്ടാവും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സോ കുറച്ച് 3 ബാക്കി ഉണ്ടായിരുന്നു. അത് കൂടി ഞാനിവിടെ വെച്ചു. കുറച്ച് എണ്ണ അങ്ങനെ മുകളിൽ കുറച്ച് ഇടാം. മതി, അടിച്ചു വെക്കാം. പിന്നെ ഇത് ആവുമ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആവും. പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ മാവ് കുറച്ച് ബാക്കിയാണ്. ഇത് ആകെ ആജോ. ഇത് നോക്കൂ, ഇവിടെ കുറച്ച് മാവ് ബാക്കിയാണ്. ഇതിന് എന്താ ചെയ്യണം അത് പറയാം ഞാൻ. സോ ഫുൾ വീഡിയോ നോക്കൂ നിങ്ങളുടെ. പിന്നെ ഇത്ര വീഡിയോക്ക് ഒരു ലൈക്ക് പിന്നെ കൊടുക്കൂ. സോ ഫ്രണ്ട്സ്, നോക്കൂ, ഇത് ഫുൾ നമ്മുടെ ഉണ്ടാക്കിയിട്ടായി. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് മാവ് ബാക്കി ഉണ്ടെന്നാ. അതിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാം എന്താ ചെയ്യാം. സോ ഇപ്പോ നമുക്ക് ഇത് തവാലേക്ക് നമുക്ക് കുറച്ച് എണ്ണ അങ്ങനെ സ്പ്രെഡ് ചെയ്യണം. മതി. പിന്നെ ഇത് നമ്മുടെ മാവ് ബാക്കി ഉണ്ടെന്നാ, അത് നമുക്ക് എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലിടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സൈസ് ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ വലിയൊരു
ബേസൻ ഓംലെറ്റ് പറഞ്ഞ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഓയിൽ മുകളിൽ കുറച്ച് അങ്ങനെ ഇടണം. പിന്നെ സൈഡിൽ പിന്നെ അടിച്ച് വെക്കാം. സ്ലോ ഫ്ലെയിമിൽ ഇപ്പോൾ കുക്ക് ആവണം ഇത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് എണ്ണ കുറച്ച് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് 4-5 മിനിറ്റ് ആയി ഉണ്ടാവും. ഇത് ഒരു സൈഡിനെ കുക്ക് ആയിണ്ട്, കുറച്ച് ബ്രൗൺ കൂടിയായി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് അങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് രണ്ടാമത്തെ സൈഡ് നമുക്ക് ഇത് മറിച്ചിടണം. പിന്നെ അത് കൂടി നമുക്ക് കുറച്ച് ബ്രൗൺ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് പ്രസ് ചെയ്യാം ഇപ്പോൾ അങ്ങനെ. പിന്നെ അത് കുക്ക് ആവും നേരെ നമുക്ക് കുക്ക് ചെയ്യണം. അപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ നല്ല ടേസ്റ്റി ഒരു ബ്രെഡിന് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റി ഉണ്ട്, പിന്നെ ഈസി ഉണ്ട് ഉണ്ടാക്കാം. നോക്കൂ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൂടി പിന്നെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ ബ്രെഡ്, ഫുൾ ബ്രെഡ്. ഇത് നമ്മുടെ പകുതി കട്ട് ചെയ്തു, അതാണ് ഷേപ്പ്. നോക്കൂ, നല്ല ഒരു ഈസി ഡിഷാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമാവും. സോ ഇത് കുറച്ച് നമുക്ക് തുറക്കാൻ നോക്കാം. കുറച്ചൊക്കെ ബ്രൗൺ ആവാൻ തുടങ്ങി. ഇത് നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അങ്ങനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യണം. പിന്നെ ഇത് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നതിനാ, ഇതിന് ഞാൻ റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വെജ് ഓംലെറ്റ്. ഇതുപോലെ തന്നെ നമ്മുടെ ഉണ്ടാക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾ അത് പോയിട്ട് നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഞാൻ വീഡിയോ ലിങ്ക് ഇടാം. ഇതിപ്പോൾ കുറച്ച് കുക്ക് ആവണം. ഇത് നമ്മുടെ വീട്ടില് ഒരു മീൻസ് അങ്ങനെ പച്ചക്കറി ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതേ സമയം നമുക്ക് ഇത് ഒരു സ്നാക്സ് മീൻസ് അങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അമ്മ കുറച്ച് ഇത് കടലമാവ് ഉണ്ട്, പിന്നെ ചോറു, പിന്നെ അങ്ങനെ വെറുതെ കഴിക്കാം ചപ്പാത്തി കൂടി. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കൂടി. സോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ. പിന്നെ ഇന്ന് നമ്മുടെ ഇത് സ്നാക്സ് ഉണ്ടാക്കി. നല്ല ടേസ്റ്റി സ്നാക്സ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ ഏതാ ചമ്മന്തി ഉണ്ടെങ്കിൽ അത് കൂടി കഴിക്കാം, അല്ലെങ്കിൽ സോസ് കൂടി കഴിക്കാം. ഞാൻ ഇന്നെ ടൊമാറ്റോ സോസ് കൂടി കഴിക്കാം. സോ ഞാൻ ഇതിന് ചമ്മന്തി ഉണ്ടാക്കുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, കുറച്ച് കഴിക്കാം. ടേസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ്, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ. ഇത് കൂടി നോക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. നമ്മുടെ ബ്രൗൺ ആയിണ്ട്, കുറച്ച് അങ്ങനെ ചെയ്യാം. സോ ഇത് രണ്ട് സൈഡ് ഞാൻ നൈസായിട്ട് റോസ്റ്റ് ചെയ്തു. നമ്മുടെ ഇത് കൂടി ടേസ്റ്റി ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് സൈഡ് ഡിഷ് ആയിട്ട്. നോക്കൂ. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ കൂടെ ഒരു കടലമാവ് പറയുന്നത് ബ്രെഡ് എന്നെ ഒരു സ്നാക്സ് ഷെയർ ചെയ്തു. പിന്നെ അത് നമ്മുടെ കുറച്ച് മാവ് ബാക്കി ആയിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് എന്താ ചെയ്യാം അത് കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. പിന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും ചിലപ്പോൾ എനിക്ക് കുറച്ച് നേരം ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ചാനൽ. ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും നമ്മുടെ ഇപ്പോൾ ടാർഗറ്റ് 5K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ നിങ്ങളുടെ സപ്പോസ് ആദ്യമായിട്ട് കാണുകയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേണമെങ്കിൽ ചാനലിക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. സോ നമ്മുടെ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ് ഒരു ഗോൾ റിച്ച് ആവും നിങ്ങളുടെ സപ്പോർട്ടിനെ. പിന്നെ ശരി, നമുക്ക് ഇപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാം. ഇപ്പോൾ റെയിനി സീസൺ തുടങ്ങിന, സോ നമുക്ക് അങ്ങനെ ഒരു ദിവസമായിട്ട് അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. സോ ഇന്നെ കുറച്ച് അങ്ങനെ റെയിനി ഡേനാണ്, സോ നമുക്കത് കഴിക്കാൻ കുറച്ച് തോന്നി. സോ ഞാനത് ഉണ്ടാക്കി. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു വീട്ടിൽ. സോ അതിന് ഞാൻ ഒരു ഇത് ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ പിന്നെ
ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ. ശരി, ടേക്ക് കെയർ, ടാറ്റ.